സിനിമ എന്ന കല വെറുമൊരു വിനോദമാണെന്ന് പറഞ്ഞ് പുച്ഛിച്ചവർക്ക് വരെ താങ്കൾക്ക് എതിരെ നടക്കുന്ന അനീതിക്കെതിരെ തെരുവോരങ്ങളിൽ ഇറങ്ങാൻ പ്രേരിപ്പിച്ച സിനിമ. ഒരുപാട് രാജ്യങ്ങളിൽ ഭരണകൂട ഭീകരതയ്ക്കെതിരെ പോരാടുവാൻ ജനല്ല എന്ന് പറയാൻ കാരണങ്ങളേറെ. ആയിരത്തി 1605 ഇംഗ്ലണ്ടിന്റെ ഭരണകൂടത്തെ പിളർത്താൻ ശ്രമിച്ച ഗൺ പൗഡർ പ്ലോട്ട് വിപ്ലവകാരികളിൽ പ്രമുഖനായ ഗായ് ഫോക്സിന്റെ മുഖംമൂടി ധരിച്ച് നിലവിലെ ഇംഗ്ലണ്ടിലെ ജനവിരുദ്ധ ഭരണകൂടത്തിനെതിരെ പോരാടാൻ ഒറ്റയ്ക്ക് കളത്തിലിറങ്ങിയ വി എന്ന ഫ്രീഡം ഫൈറ്ററെ നമുക്ക് തന്ന ചിത്രം. രാജ്യത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരെയും തങ്ങളുടെ ചെയ്തികളിൽ ചോദ്യം ചെയ്യുന്നവരെയും ഇല്ലാതാക്കുന്ന ഒരു ഭരണകൂടം. കാശിനും അധികാരത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകാനും കൂടി നിന്നില്ലെങ്കിൽ മരണത്തിലേക്ക് അയക്കപ്പെടും എന്നതറിയാവുന്നത് കൊണ്ട് എല്ലാവരും വാഴ്ത്തിപ്പാടുന്ന ആ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ വി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു പോരാളി ഉദയം ചെയ്യുന്നു. ഭരണകൂടത്തെ താഴെ ഇറക്കാൻ മുഖംമൂടി അണിഞ്ഞ് അയാൾ നടത്തുന്ന പോരാട്ടങ്ങൾ കണ്ണീരൊഴുക്കിയിട്ടോ സത്യം വിളിച്ചു പറഞ്ഞിട്ടോ ഇവരുടെ മുമ്പിൽ കാര്യമില്ല എന്നറിയാവുന്ന അയാൾ അക്രമത്തിന്റെ പാത പിന്തുടരുന്നു. അയാളുടെ പ്രവൃത്തികൾ ജനങ്ങളുടെ പ്രശംസയ്ക്ക് പാത്രമാകുന്നു. ഭരണകൂടത്തിന്റെ ഭീകരത പതിയെ പതിയെ ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നു. അനീതിക്കെതിരെ തീയാകുക എന്ന അയാളുടെ പ്രവൃത്തിയിൽ അനേകായിരം ആകൃഷ്ടരാകുന്നു. മറുവശത്ത് ഈ തീയെ മുളയിലെ നുള്ളാൻ ശ്രമിക്കുന്ന ഭരണകൂടം. ഇതേ ഭരണകൂടത്തിന്റെ രഹസ്യ പോലീസായ ഫിംഗർമാന്റെ കയ്യിൽ നിന്നും വിയെ രക്ഷിക്കുന്ന എവി ഹമ്മോണിന്റെ പോരാട്ടങ്ങളിലേക്കുള്ള കടന്നുവരവോടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. Remember. What terror really means. അലൻ മൂറിയും ഡേവിഡ് ലോയിഡും എഴുതിയ DC വെർട്ടിഗോ കോമിക് സീരീസിലെ വി ഫോർ വെൻഡേറ്റ എന്ന കഥയെ ആസ്പദമാക്കി വച്ചോവ്സ്കി ബ്രദേഴ്സ് സ്ക്രീൻ പ്ലേ നടത്തിയ ചിത്രം ജെയിംസ് മെക്റ്റേയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ പോസിറ്റീവ് വശത്തേക്ക് കടക്കുകയാണെങ്കിൽ വി ആയി ജീവിച്ച ഹുഗോ വിവിങ്ങിന്റെ അഭിനയ പ്രകടനമായിരിക്കും ചിത്രത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. 2.25 മണിക്കൂർ ദൈർഘ്യമുള്ള ചിത്രത്തിൽ പൂർണ്ണമായും ഗായ് ഫോക്സിന്റെ മുഖംമൂടി അണിഞ്ഞാണ് ഹൂഗോ തന്റെ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു മികച്ച നടന വിസ്മയത്തിന് തന്റെ മുഖം പോലും ആവശ്യമില്ല എന്ന് വി എന്ന കഥാപാത്രത്തിലൂടെ സിനിമാ ലോകം അംഗീകരിച്ചു. അതുപോലെ തന്നെ എവി ഹമ്മോണ്ടായി എത്തിയ നാറ്റലി പോർട്ട്മാനും തന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ചിത്രത്തിലെ കേന്ദ്ര വില്ലൻ കഥാപാത്രമായ ഹൈ ചാൻസലർ ആദം സട്ലർ എന്ന വേഷത്തിലെത്തിയ ജോൺ ഹേർട്ടും തന്റെ മികച്ച ഒരു പ്രകടനം ചിത്രത്തിനായി കാഴ്ചവെച്ചു. ചിത്രത്തിന്റെ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം ചിത്രത്തിന്റെ ആക്ഷൻ രംഗങ്ങളാണ്. കിയാനോ റീവ്സിന്റെ മെട്രിക്സ് ട്രയോളജിയുമായി വളരെയധികം സാമ്യമുള്ള ആക്ഷൻ രംഗങ്ങളോട് കൂടിയ ചിത്രം ത്രില്ലർ ജനറുമായി ചേർന്ന് നിൽക്കുന്നു. ഇതിന് പ്രധാന കാരണം ഈ ചിത്രത്തിന്റെ ശക്തമായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെയാണ്. അതുമാത്രമല്ല, സിനിമയുടെ എല്ലാ മേഖലകളിലും മികച്ചു നിന്നപ്പോൾ 2005 പുറത്തിറങ്ങിയ ഈ ചിത്രം ഈ നൂറ്റാണ്ടിന്റെ മാത്രമല്ല ഏതു കാലഘട്ടത്തിന്റെയും കഥയായി മാറാൻ സാധിക്കുന്ന കഥയായി വി ഫോർ വെൻഡേറ്റ മാറുന്നു. ഒരു ചിത്രം പല സർക്കാരുകളെയും താഴെ ഇറക്കുന്നു, ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായി ഒരു നായകവേഷം സമ്മാനിക്കുന്നു, മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ നമുക്ക് അണിയാൻ ഒരു മുഖം നൽകുന്നു. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് വി ഫോർ വാൻഡേറ്റ എന്നത് വെറുമൊരു സിനിമ മാത്രമല്ല എന്ന സത്യമാണ്. ഈ സിനിമ നമ്മൾ കാണേണ്ട ഒരു ചിത്രമല്ല, കാരണം ഇത് നമ്മൾ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. ഈ ചിത്രത്തിന് മോജോക് സ്റ്റുഡിയോസ് നൽകുന്ന റേറ്റിംഗ് 8.5 ഔട്ട് ഓഫ് 10. ഈ ചിത്രത്തിന്റെ ലിങ്ക് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് തരിക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺ, ബിക്കോസ് വി ആർ എക്സ് സൊസൈറ്റി.